ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എ സി നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോഴേ ചില ആളുകൾക്ക് ചില ക്ലെപ്റ്റോമാനിയ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു മാറ്റാൻ തോന്നും ചില സാധനങ്ങൾ. ഇപ്പോൾ എ സി കമ്പാർട്ട്മെൻറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഇപ്പോൾ തേർഡ് എ സി മുതൽ അങ്ങോട്ട് നമ്മുടെ എക്സ്പ്രസ് ട്രെയിനുകളിലെല്ലാം ഈ കമ്പിളി കൊടുക്കുന്നുണ്ട്, അതേപോലെ ബെഡ് റോളുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബെഡ് റോളുകൾ, തലയണയുടെ കവറ്, പിന്നെ ഇടയ്ക്ക് കൊടുക്കുന്ന ടവലുകൾ, സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളടക്കം ടവലുകൾ കൂടി കൊടുക്കും, ചെറിയ ടവൽ. ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ചില സൂക്കേടുണ്ട്. എ സി കമ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചുകൊണ്ട് പോയാൽ എന്താ, പൈസ കൊടുത്തിട്ടല്ലേ എന്ന് തോന്നുന്ന ചില ആളുകളുണ്ട്. അതൊരു അസുഖമാണ്, ക്ലെപ്റ്റോമാനിയ എന്ന് നമ്മൾ പറയും, ഈ മോഷ്ടിക്കാനുള്ള ത്വര. ഇങ്ങനെ ഒന്നും രണ്ടുമല്ല, ട്രെയിനുകളിൽ നിന്ന് കഴിഞ്ഞ് 4 വർഷം കൊണ്ട് മോഷണം പോയത് 104 കോടി രൂപയുടെ വസ്തുക്കളാണ്. എ സി കോച്ചുകളിലെ തുണിത്തരങ്ങളാണ് നിരന്തരം മോഷണം പോകുന്നത്. 1000-1 യാത്രക്കാരൻ തുണിത്തരങ്ങൾ മോഷ്ടിക്കുന്നുവെന്നാണ് വിവരാവകാശ രേഖ. അതേസമയം പാലക്കാട് ഡിവിഷനിൽ നിന്ന് 4 വർഷത്തിനിടെ ഒരു മോഷണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട്ടുകാരൊക്കെ എത്ര നല്ല മനുഷ്യരാ. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, ഇത് പാലക്കാട് ഡിവിഷൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പാലക്കാട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേ 104 കോടി രൂപയുടെ സാധനങ്ങൾ ഒരു വർഷം കാണാതായിരുന്നു, 4 വർഷം കൊണ്ട് കാണാതായിരുന്നു. എന്ന് പറഞ്ഞാൽ 1000-1 യാത്രക്കാരൻ എ സി കമ്പാർട്ട്മെൻറ്റിൽ കയറി തിരിച്ചിറങ്ങുമ്പം കമ്പാർട്ട്മെൻറ്റിലുള്ള ഈ കമ്പിളിയും തുണിയൊക്കെ അടിച്ചുകൊണ്ട് പോകും എന്നാണോ കണക്ക്? അരുൺ, ഇന്ത്യൻ റെയിൽവേയുടെ വിവരാവകാശ രേഖ അത്തരത്തിൽ ഒരു കണക്കാണ് ഇപ്പോൾ നൽകുന്നത്. 4 വർഷം കൊണ്ട് 104 കോടി രൂപയുടെ ബെഡ്ഷീറ്റ്, അതോടൊപ്പം ടർക്കി, ഒപ്പം ടവൽ അടക്കമുള്ള വസ്ത്രങ്ങൾ, ഇത്തരത്തിൽ എ സി കമ്പാർട്ട്മെന്റിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടിന് വേണ്ടി നൽകുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ അടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ റെയിൽവേ വ്യക്തമാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1.27 കോടി ഇത്തരത്തിൽ വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ട് എന്ന കണക്ക് പ്രധാനമായും പുറത്തേക്ക് വരുന്നു. 2022 കോവിഡിന് ശേഷം, അതായത് കോവിഡ് സമയത്ത് ഇത്തരത്തിൽ ട്രെയിനിൽ തുണികളും അല്ലെങ്കിൽ ടവലുകളൊക്കെ നൽകുന്നത് നിർത്തിയിരുന്നു. 2022 വീണ്ടും കോവിഡ് മാറിയ ശേഷം ഇത് പുനരാരംഭിക്കുകയും ചെയ്തു. അന്നു മുതലുള്ള കണക്കാണ്, കഴിഞ്ഞ മെയ് മാസം വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ കണക്കിലാണ് 104 കോടി രൂപയുടെ മോഷണം നടന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ മോഷണം പോകുമ്പോൾ ഈ തുക ഈടാക്കുന്നത് ഇത്തരത്തിൽ എ സി കമ്പാർട്ട്മെന്റിൽ ജീവനക്കാരായ അറ്റൻഡർമാരുടെ ശമ്പളത്തിൽ നിന്നാണ് എന്ന് എടുത്തു പറയണം. ഒരു മാസം ഒരു അറ്റൻഡർക്ക് ഏറ്റവും കുറഞ്ഞ 3000 രൂപ 2000 രൂപയ്ക്ക് നഷ്ടം അവരുടെ ശമ്പളത്തിൽ ഇതുവഴി ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി എന്താണെങ്കിലും റെയിൽവേ വ്യക്തമാക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പലയിടത്തും ഇത് വ്യാപകമാണ് എന്നുകൂടി റെയിൽവേ അറിയിക്കുന്നു. പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ബിക്കാനറിലാണ് ഏറ്റവും അധികം ഇത്തരത്തിൽ മോഷണം നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അവിടെ മാത്രം ഏറെക്കുറെ കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ 25 ലക്ഷം സാധനങ്ങൾ ഈ ബിക്കാനിർ എന്ന് പറയുന്ന ഡിവിഷനിൽ മാത്രം മോഷണം പോയിട്ടുണ്ട് എന്ന കണക്കുണ്ട്. അതോടൊപ്പം തന്നെ റാഞ്ചിയിലാണെങ്കിൽ 9 ലക്ഷം. അങ്ങനെയൊക്കെ വലിയ കണക്കുകളാണ് പുറത്തേക്ക് വന്നത്. പ്രത്യേകിച്ച് എ സി കമ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, ഒരുപാട് പ്രത്യേകിച്ച് കമ്പിളി, പുതപ്പ്, ഒപ്പം ടർക്കി, ചെറിയ ടവലൊക്കെ നമുക്ക് തരുന്നുണ്ട്. പോകുമ്പോൾ രണ്ടെടുത്ത് പോക്കറ്റിട്ടുകൊണ്ട് പോയാൽ കുഴപ്പമില്ല എന്നാണ് യാത്രക്കാർ കരുതുന്നതെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. പക്ഷേ വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കണക്കാണ് വന്നിരിക്കുന്നത് എന്ന് റെയിൽവേ പറയുന്നു. വലിയ നഷ്ടം ഇതുവഴി ജീവനക്കാർ, അതായത് കമ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഇത്തരത്തിൽ ഈ വസ്ത്രം നൽകുന്ന ആളുകൾക്ക് ഉണ്ട് എന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു നോബൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എ സി കമ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ അങ്ങനെ ആ ബെഡ് റോൾ അടിച്ചുകൊണ്ട് പോകാം എന്നൊന്നും തോന്നണ്ട കേട്ടോ. ക്ലെപ്റ്റോമാനിയാണ്, മോശം പരിപാടിയാണ്.